ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാക്കി ടോപ്പിക്സ് ആണ് കേട്ടോ. മറ്റേ ടോപ്പിക്സ് ഒക്കെ ഓക്കെ അല്ലേ? ഇന്ന് നമുക്ക് വേഗം തന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഏതൊക്കെയാ ടോപ്പിക്സ് നോക്കാം കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഹെറിഡിറ്റി. എന്താണ് ഹെറിഡിറ്റി? അതെ, പാരമ്പര്യം അല്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഓർഗാനിസത്തിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൈമാറും. അതാണ് പാരമ്പര്യം അല്ലേ? നോക്കിക്കേ, ഹെറിഡിറ്റി ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് ആൻ ഓർഗാനിസംസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ പാസ്ഡ് ഡൗൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അതാണ് പാരമ്പര്യം. അത് ക്യാരി ചെയ്യുന്ന ആളുകളാണ് ആര്? ജീൻസ് കേട്ടോ. ജീൻസ് വിച്ച് ഡിഫൈൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓർഗാനിസം ക്യാരി ഔട്ട് ദിസ് പ്രോസസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ക്യാരി ചെയ്യുന്ന ആളുകൾ ആരാണ്? ജീൻസ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കിക്കേ, എന്താണ് ഡോമിനൻറ്റ് ട്രയഡ്സ് എന്ന് പറഞ്ഞാൽ? അത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോമ്പിനേഷൻസ് അല്ലേ, ഈ കോമ്പിനേഷൻസ് ഉണ്ടാകുമ്പോൾ അതിൽ വിസിബിൾ ആവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലേ, അതിനെയാണ് നമ്മൾ ഡോമിനൻറ്റ് ട്രയഡ്സ് എന്ന് പറയുന്നത്. അത് നോക്കിക്കേ, ഡോമിനൻറ്റ് ക്വാളിറ്റീസ് ആർ ട്രയഡ്സ് ദാറ്റ് manifest themselves in an organism in every possible combination and are visible. Okay, the tall triad, ഒരു എക്സാമ്പിൾ ആണ് നോക്കിക്കോ. The tall triad in pea plant tended to express more than the short triad in Mendeleev's experiment. അതായത് നമ്മുടെ മെൻഡൽ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് അതിൽ അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ടാണ് ഇതിൽ. അതായത് ഒരു ടോൾ പീ പ്ലാന്റും അതായത് ഡോർഫ് പീ പ്ലാന്റും കൂടി എന്ത് ചെയ്യാണ്? കോമ്പിനേഷൻ ചെയ്യുമ്പോൾ അവിടെ അധികം കിട്ടിയൊരു ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത് ടോളാണ്. ടോളായിട്ടുള്ള പീ പ്ലാന്റ്സ് ആണ് കൂടുതൽ ഉണ്ടായത് ഷോർട്ടിനെക്കാട്ടിലും. ആസ് എ റിസൾട്ട് ദ പ്ലാന്റ്സ് ടോൾ ക്യാരക്ടറിസ്റ്റിക് ഈസ് കൺസിഡേർഡ് ടു ബി എന്താണ്? ഡോമിനൻ്റ് ഓവർ ഇറ്റ്സ് ഷോർട്ട് ട്രൈറ്റ്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഈ പ്ലാന്റിൻ്റെ tall characteristics എന്ത് ചെയ്യുന്നുണ്ട്? is considered to be dominant over its short trait. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ, എന്താണ് റിസസീവ് ട്രയറ്റ്? അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മളിപ്പോൾ കോമ്പിനേഷനിൽ വിസിബിൾ ആവുന്നതാണ് ഡോമിനൻറ്റ് ട്രയറ്റ് എന്ന് പറഞ്ഞു അല്ലേ? അതിൽ വിസിബിൾ ആവാത്തതാണ് എന്ത്? റിസസീവ് ട്രയറ്റ്. ഓക്കെ, അതായത് ദ റിസസീവ് ട്രയറ്റ്സ് ആർ ദോസ് ദാറ്റ് ആർ നോട്ട് എക്സ്പ്രസ്ഡ് in the presence of a dominant allele. So, if a dominant allele occurs, a recessive character or trait is present. അല്ലേ? ഡോമിനൻ്റ് allele ഉണ്ടാവുമ്പോൾ തന്നെ അവിടെ എന്തുണ്ട്? റിസസീവ് ഉണ്ട് അല്ലേ? is an organism, but അത് എന്തല്ല? but cannot be detected. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ, എന്താണ് മോണോഹൈബ്രിഡ് ക്രോസ്? ഇത് ഇത്രയേ ഉള്ളൂ. ഈ മോണോഹൈബ്രിഡ് ക്രോസിൽ ആകെ ഒരു ക്യാരക്ടറിന് മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ആ ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും എന്ത് വരിക? റിസൾട്ടായിട്ട് വരുന്നത്. അതായത് നോക്കിക്കേ, മോണോഹൈബ്രിഡ് ക്രോസസ് occur when just one character is taken into account when crossing two organisms. ഓക്കെ, മോണോഹൈബ്രിഡ് റേഷ്യോ റെഫേഴ്സ്. അപ്പോൾ എന്താണ് ഈ മോണോഹൈബ്രിഡ് റേഷ്യോ എന്ന് പറയുന്നത്? അത് എന്തിനാണ് റെഫർ ചെയ്യുന്നത്? ടു ദ ക്യാരക്ടർ റേഷ്യോ. അവിടെ ഉണ്ടാവുന്ന ക്യാരക്ടർ റേഷ്യോ ആണ് ഈ മോണോഹൈബ്രിഡ് റേഷ്യോ. ദാറ്റ് റിസൾട്ട്സ് ഫ്രം ദിസ് ക്രോസ്. ഈ ഒരു ക്രോസിൽ F2 ജനറേഷനിൽ ഉണ്ടാവുന്ന ആ ഒരു റേഷ്യോയാണ് നമ്മൾ മോണോഹൈബ്രിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കേ, എന്താണ് ഫോർ എക്സാമ്പിൾ പറയാണ്, ഒരു ടോൾ പീ പ്ലാന്റ് നമ്മൾ അല്ലെങ്കിൽ ടോൾ പ്ലാന്റ് എടുത്ത് അതിന് ക്യാപിറ്റൽ ടി, അതറിയാലോ അല്ലേ? ക്യാപിറ്റൽ ടീനാണ് നമ്മൾ ടോളിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഈസ് ക്രോസ്ഡ് വിത്ത് എ ഡ്വാർഫ് പ്ലാന്റ്, അതായത് സ്മോൾ ടി. അപ്പോൾ F2 ജനറേഷനിൽ എന്താ ഉണ്ടാവുക? 3 ടോളും 1 ഷോർട്ട് പ്ലാന്റും ആണ് ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ ഒരു മോണോഹൈബ്രിഡ് റേഷ്യോ എന്ന് പറഞ്ഞത് എന്താണ് ശരിക്കും? 3:1. അത് മനസ്സിലാക്കണേ. മോണോഹൈബ്രിഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ് കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, 3:1 നോക്കണേ. അപ്പോൾ ഇതെന്താ പറയുന്നത്? പ്ലാന്റ്സ് ഹൈറ്റ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് 1 at a time. ഇവിടെ ആ ഒരു പീ പ്ലാന്റിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ആകെ കോൺസെൻട്രേറ്റ് ചെയ്തത് ഒറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സിന്, അതായത് എന്താണ്? ആ ടോളിനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്? അവിടെ അക്കൗണ്ടായിട്ട്, അതായത് ടേക്കൺ നമ്മൾ എടുത്തത്, മോസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് മോണോഹൈബ്രിഡ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ റേഷ്യോ 3:1. ഓക്കെ ആണല്ലോ? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ.
നെക്സ്റ്റ് നോക്കട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്താന്ന് നോക്കി നോക്കാം. എ ഡൈഹൈബ്രിഡ് ക്രോസ് occurs when two characteristics, അപ്പോൾ ഇവിടെ ഡൈ പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ 2 ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട്. ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈൽ ക്രോസിംഗ് 2 organism. The dihybrid ratio refers to the characteristic ratio result from this cross at the F2 generation. അതായത് അതിൻ്റെ ഡൈഹൈബ്രിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സെയിം നമ്മൾ മോണോഹൈബ്രിഡ് റേഷ്യോ പറഞ്ഞില്ലേ, ഇവരെ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ആ F2 ജനറേഷനിൽ ഉണ്ടാകുന്ന റേഷ്യോയാണ് നമ്മൾ ഡൈഹൈബ്രിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമ്മൾ ഇഫ് എ റൗണ്ട് ആൻഡ് ഗ്രീൻ പീ പ്ലാന്റ് ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞത് റൗണ്ടും ഗ്രീൻ കളർ പീ പ്ലാന്റും ആണ്, വിത്ത് റിങ്കിൾഡ് ആയിട്ടും അതേപോലെ തന്നെ യെല്ലോ പീ പ്ലാന്റ്, ഇവരെ തമ്മിൽ ക്രോസ് ചെയ്യാൻ പോകണം കേട്ടോ. സോ ദ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് വിൽ ഹാവ് റൗണ്ട് ആൻഡ് ഗ്രീൻ പീ. ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് ജനറേഷനിൽ F1 ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കിക്കേ, വെൻ ക്രോസ് ദ സെയിം ഈ സെയിം സംഭവം നമ്മൾ നെക്സ്റ്റ് ജനറേഷനിൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4 ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും ആ ഒരു കോമ്പിനേഷനിൽ. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ നോക്കി നോക്കുക, 9:3:3:1. ഡൈഹൈബ്രിഡ് റേഷ്യോ നോട്ട് ചെയ്യാൻ 9:3:3:1. ഓക്കെ, സോ അതാണ് ആസ് എ റിസൾട്ട് ഡൈഹൈബ്രിഡ് റേഷ്യോ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു അല്ലേ, 9:3:3:1. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് ഈ സെക്സ് ഡിറ്റർമിനേഷൻ നോക്കാം നമുക്ക്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ആൻ ഇൻഡിവിജ്വൽ സെക്സ് ബേസ്ഡ് ഓൺ ദ ജനറ്റിക് മെറ്റീരിയൽസ് മേക്കപ്പ് അല്ലേ. നമ്മളിപ്പം ആണ് പെണ്ണ് എന്നൊക്കെ പറയുന്നില്ല, അതൊരു ജനറ്റിക് മേക്കപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അത് ആണാണോ പെണ്ണാണോ എന്നൊക്കെ. It variables influence the sex of an embryo in different species. ഓക്കെ, ഇനി അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കി നോക്കാം നമുക്ക്. ദ പ്രസൻസ് ഓഫ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ദ Y ക്രോമസോം ഡിറ്റർമൈൻ ദ പേഴ്സൺ ജെൻഡർ ഇൻ ഹ്യൂമൻ. നമ്മൾ ഹ്യൂമനിൽ വൈൻ്റെ പ്രസൻസോ അല്ല ആബ്സെൻസോ അതിനെ വെച്ചിട്ടാണ് നമ്മൾ ഹ്യൂമനിൽ അത് ആണാണോ പെണ്ണാണോ എന്നൊക്കെ പറയുന്നത്. ഇവിടെ നോക്കിക്കേ, XX ആണെങ്കിൽ നോട്ട് ചെയ്യാൻ അറിയാലോ അല്ലേ, XX ആണെങ്കിൽ അത് ഗേളാണ്, അത് XY ആണെങ്കിൽ എന്തായിരിക്കും, അത് ബോയ് ആണ്. നോട്ട് ചെയ്യുക, XX ഗേളും XY ബോയും. ഓക്കെ, അതായത് എപ്പോഴും X ക്രോമസോം ഉണ്ടാവും, ഓവത്തിൽ എപ്പോഴും X ക്രോമസോം ഉണ്ടാവും. പിന്നെ നമ്മളുടെ വെൻ ആൻ ഓവം ഈസ് ഫ്യൂസ്ഡ് വിത്ത് Y കണ്ടെയ്ൻഡ് ആയിട്ടുള്ള സ്പേമുമായിട്ടാണ് ഈ ഓവം ഫ്യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് എന്തായിരിക്കും, ബോയ് ആയിരിക്കും. ഓക്കെ, Y കണ്ടെയ്ൻഡ് ആയിട്ട് സ്പേമിനെ കൊണ്ട് ഓവം ഫ്യൂസ് ചെയ്യുമ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ബോൺ ചെയ്യുന്ന ബേബി എന്ന് പറഞ്ഞത് ഇറ്റ്സ് ബോയ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളുടെ ഓവം ഫ്യൂസ് ആയി നിൽക്കുമ്പം X അടങ്ങിയിട്ടുള്ള ഒരു സ്പേമാണ് വരുന്നതെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക, അവിടെ XX ആയില്ലേ. അപ്പം സോ അവിടെ ബോൺ ചെയ്യുന്ന ബേബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗേൾ. ഓക്കെ അല്ലേ, നോട്ട് ചെയ്യട്ടോ. നെക്സ്റ്റ് നോക്കുക, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് നോക്കുക, ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് ആർ പാസ്ഡ് ഡൗൺ ഫ്രം വൺ ജനറേഷൻ ടു ദ അതർ അല്ലേ. ഒരു ജനറേഷനിൽ മറ്റൊരു ജനറേഷനിൽ കൈമാറുന്ന ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻഹെറിറ്റഡ്, അതായത് പാരമ്പര്യം എന്ന് പറയുന്നത്. ദീസ് ക്വാളിറ്റീസ്, അപ്പോൾ ആ ഒരു ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ ഓൾവേസ് പാസ്ഡ് ഓൺ ദ നെക്സ്റ്റ് ജനറേഷൻ. ഇങ്ങനെ നെക്സ്റ്റ് ജനറേഷനിൽ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് നിൽക്കും. ഓർ ദേ മേ or may not be displayed depending on the dominance and recessiveness. ചിലപ്പോൾ അത് എന്ത് ചെയ്യാം, ചിലപ്പോൾ അത് അതേപോലെ തന്നെ പാസ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ അത് പാസ് ചെയ്യാണ്ടേ ഇരിക്കാം അല്ലേ. ഇപ്പം നമ്മൾ പീ പ്ലാനിനെ വെച്ച് പറഞ്ഞില്ലേ, സെയിം അത് തന്നെ. ഇപ്പം നോക്കിക്കേ, ചിലപ്പോൾ നോക്കിക്കേ അവിടെ എന്തൊക്കെയാണ് ഈ പാസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഹൈറ്റ്, സ്കിൻ കളറ്, പിന്നെ ഐൻ്റെ കളറ്, ഇതൊക്കെ എന്താണ് അതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് പാസ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. അങ്ങനത്തെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണത്. നെക്സ്റ്റ് നോക്കിക്കേ, എന്താണ് എക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ പാരമ്പര്യമായിട്ട് പറഞ്ഞു, ഇന്ന് നമ്മൾ എക്വയർ ചെയ്തെടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നോക്കി, അതെന്താണെന്ന് പറയുന്നത്. എക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ റെഫർ ടു ദ ക്വാളിറ്റീസ് ദാറ്റ് ആൻ ഓർഗാനിസം ഓർഗാനിസം എക്വയർ ചെയ്തെടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ത്രൂ ഔട്ട് ദ കോഴ്സ് ഓഫ് ദ existence. These traits might be passed on to the following generation or not. അപ്പം നമ്മൾ ഈ എക്വയർ ചെയ്തെടുക്കുന്ന ക്യാരക്ടറിസ്റ്റ് ചിലപ്പോൾ നെക്സ്റ്റ് ജനറേഷനിൽ പാസ്സാവാതിരിക്കുക. ഓക്കെ, ഇനി പോപ്പുലേഷൻ എന്താ നോക്കി നോക്കാം. എ പോപ്പുലേഷൻ ഈസ് എ കളക്ഷൻ ഓഫ് ആനിമൽസ്
plants or any living entity capable of reproducing and producing fruitful viable offsprings. അതായത് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കൂട്ടം അല്ലേ, ഒരു കൂട്ടം എന്താണ് ആനിമൽസോ പ്ലാന്റ്സോ അല്ലെങ്കിൽ എന്ത് ലിവിങ് തിങ്സ് എന്ത് ചെയ്യാണ്, അവർക്ക് ഓഫ്സ്പ്രിങ്സിനെ നല്ല ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കാനും ഒക്കെയുള്ള ആ ഒരു സംഭവം, അതായത് അവരുടെ ആ ഒരു കൂട്ടാണ് എന്ത് പോപ്പുലേഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് നമ്മൾ ഫോസിൽസ് ആൻഡ് എവല്യൂഷനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഫോസിൽ എന്താണെന്ന് അറിയില്ല, അപ്പം നമുക്ക് നോക്കി നോക്കാം എന്താണ് ഇവല്യൂഷൻ. Evolution is a gradual change in a population heritable features over numerous generation. അല്ലേ, ഓരോ ജനറേഷൻ തോറും അതിങ്ങനെ മാറി 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 വരുന്നതാണ് ഈ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. അത് ഒറ്റ ജനറേഷനിൽ മാറിയിട്ട് അത് ഇവല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. കാലങ്ങളായിട്ട് ഓരോ ജനറേഷനിൽ മാറി മാറി വരുന്നിട്ട് ഉണ്ടാവുന്ന ഒരു മാറ്റത്തെ നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്. And these changes may result in emergence of new species. ചിലപ്പോൾ അതെന്താണ്, കാലങ്ങളായിട്ടുള്ള മാറ്റല്ലേ, ചിലപ്പോൾ അതെന്തായിരിക്കാം, ഒരു ന്യൂ സ്പീഷീസ് തന്നെ ഉണ്ടാക്കിയേക്കാം അല്ലേ. ഓർ സ്പീഷീസ് മേ ഇവോൾവ് ടു ബിക്കം മോർ അഡാപ്റ്റഡ് ടു ദെയർ സറൗണ്ടിങ്. അല്ലെങ്കിൽ ആ ഒരു എക്സിസ്റ്റർ ആയിട്ടുള്ള ഒരു സ്പീഷീസ് തന്നെ ചിലപ്പോൾ ഒന്നും കൂടിയും കുറേ അവരുടെ സറൗണ്ടിങ്സുമായിട്ട് ഒന്നും കൂടി അഡാപ്റ്റഡ് ആയിട്ട് ഒന്നും കൂടി എന്താ മെച്ചപ്പെട്ട ആളുകളായിട്ട് മാറിയേക്കാം. സോ അതൊക്കെയാണ് എന്ത് എവല്യൂഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഫോസിൽ ആർ പ്രൂഫ് ഓഫ് ഇവല്യൂഷൻ അല്ലേ. നമ്മൾ ഇവല്യൂഷൻ നമ്മൾ പറയുന്നത് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. ആ ഒരു എക്സാമ്പിൾസ്, അതായത് നമ്മൾ ആ ഒരു ഇവല്യൂഷൻ എന്ന കോൺസെപ്റ്റിൽ എത്തിയത് തന്നെ എങ്ങനെയാണ്, ഫോസിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു എക്സാമ്പിളാണ് ഇവല്യൂഷൻ അല്ലേ, ഒരു വലിയ തെളിവാണ് അത്. And the hypothesis of evolution is baked up by a plethora of data. അതായത് ഒരു കൂട്ടം ഡാറ്റ, എന്തിൻ്റെ, ഫോസിൽസിൻ്റെ ഒരു കൂട്ടം ഡാറ്റയിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇവല്യൂഷൻസ് ഒക്കെ പറ്റി കൂടുതൽ അറിഞ്ഞത്. ആൻഡ് ഫോസിൽസ് ആർ ദ ലാർജസ്റ്റ് ഓഫ് ദം ഓൾ. അതായത് എന്താണ്, ആ ഒരു കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവല്യൂഷനെ പറ്റി അറിയാൻ വേണ്ടി സഹായിച്ചത് ഫോസിൽസ് ആണ്. The preserved remnants of ancient creatures or plants that died millions of years ago are known as fossils. അറിയാലോ അല്ലേ, ഒരുപാട് കാലം മുന്നേ എന്താണ് ചത്ത് ചീഞ്ഞളിങ്ങി മണ്ണിൻ്റെ അടിയിലൊക്കെ കിടന്നിട്ട് കിട്ടുന്ന സംഭവം അല്ലേ. ഇപ്പോൾ ഒരു ഡൈനോസേഴ്സിനൊക്കെ പറ്റിയിട്ട്, പണ്ട് ഡൈനോസേഴ്സ് ഉണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിലായത് ഇവരുടെ ആ എല്ല് അല്ലേ, എല്ലിൻ്റെ ആ ഒരു രൂപവും കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ഡൈനോസേഴ്സ് ആണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. സോ അങ്ങനെ അതാണ് ഫോസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫോസിൽസ് ഹെൽപ്പ് us to എന്തിനാണ്, കോംപ്രിഹെൻഡ് the anatomy and even physiology of ancient species. അപ്പം നമുക്കിങ്ങനെ കിട്ടുന്ന ഈ ഫോസിൽസൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ആ ഒരു ആനിമലിൻ്റെ ഒരു അനാട്ടമി എന്താണ്, അവരുടെ ഒരു ഫിസിയോളജി എന്താണ്, ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത് അവരെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആസ് വെൽ ആസ് ഹൗ എവല്യൂഷൻ ഓപ്പറേറ്റഡ് ആൻഡ് ലെഡ് ടു ദ ജെനസിസ് ഓഫ് മോഡേൺ ആനിമൽസ്. അതായത് ഇവർ എന്തൊക്കെ മാറ്റം സംഭവിച്ചിട്ടാണ് പുതിയ ഒരു ആനിമലായിട്ട് മാറിയത് എന്നൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഹ്യൂമൻസ് ആർ ക്ലാസിഫൈഡ് ആസ് മെമ്പേഴ്സ് ഓഫ് ദ ഏപ്പ് ഫാമിലി അല്ലേ. ഏപ്പ് ഫാമിലിൻ്റെ മെമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നത്. ഹ്യൂമൻസ് ആൻഡ് ചിംസ് ആൻഡ് അതർ primates share a tight genetic link today അല്ലേ. And while the exact mechanism by which humans evolved from primates remains a mystery, a bigger picture of human development has emerged അല്ലേ. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഈ കുരങ്ങന്മാരിൽ നിന്നും ഈ എന്താണ് അവർക്ക് ഇവല്യൂഷൻ സംഭവിച്ചിട്ടാണ് നമ്മൾ ഹ്യൂമൻ ബീൻ ആയതെന്ന് പറയുന്നില്ലേ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതെ നോക്കിക്കേ, നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ കുരങ്ങിൽ നിന്നും മനുഷ്യനിലേക്ക് ആയിട്ടുള്ള ഒരു അവർക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ടായി. കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ നോക്കാം. ഡ്രയോപിത്തക്കസ്, രാമപിത്തക്കസ്, ഓസ്ട്രാലോപിത്തക്കസ്, ഹോമോ ഇറക്ടസ്, ഹോമോസാപ്പിയൻ, നിയാൻഡർതാലൻസിസ്, പിന്നെ ക്രോ മാഗ്നൻ മാൻ ആൻഡ് ലാസ്റ്റ്ലി നമ്മളെന്താണ് ഹോമോസാപ്പിയൻസ് ആർ സം ഓഫ് അവർ പ്രെഡിസസേഴ്സ്. ഇതൊക്കെയാണ് സം ഓഫ് അവർ പ്രെഡിസസേഴ്സ്. Human evolution may be traced all the way back to Africa, then they spread out around the globe. ഓക്കെ ആണല്ലോ ഇതില്ല, ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ.
നെക്സ്റ്റ് നോക്കിക്കേ, എന്താണ് എക്കോസിസ്റ്റം? എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ ദ ഇൻട്രാക്ടിങ് ഓർഗാനിസംസ് ഇൻ ആൻ ഏരിയ ടുഗെദർ വിത്ത് ആരുണ്ട് അവിടെ? നോൺ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ദ എൻവിറോൺമെൻറ്റൽ ഫോം ആൻ എക്കോസിസ്റ്റം. അതായത് ഒരു എന്താണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ചുറ്റുപാട് അല്ലേ? അവിടെ എന്താണ്, അവിടെയുള്ള ഓർഗാനിസത്തിന് നോൺ ലിവിങ് തിങ്സും ഒക്കെ ആയിട്ട് മൊത്തം എബയോട്ടിക്കും ബയോട്ടിക് ആയിട്ടുള്ള ഒക്കെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു ഏരിയനെ നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം നോക്കി നോക്കാം. നാച്ചുറൽ എക്കോസിസ്റ്റം, ദ എക്കോസിസ്റ്റം വിച്ച് എക്സിസ്റ്റ് ഇൻ നാച്ചർ ഓൺ ഇറ്റ്സ് ഓൺ. അതാണെന്ത്? അത് നാച്ചുറായിട്ട് തന്നെയുള്ള എക്കോസിസ്റ്റം. ഫോറസ്റ്റ്, അതേപോലെ ലേക്ക്, ഓഷ്യൻ, ഇതൊക്കെ നാച്ചുറൽ എക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഇനി ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? മാൻ മെയ്ഡ് ആണ് അല്ലേ ആർട്ടിഫിഷ്യൽ, അതായത് എക്കോസിസ്റ്റം ദാറ്റ് ആർ കോൾഡ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം. എക്സാമ്പിൾ ക്രോപ്പ് ഫീൽഡ്, അക്വേറിയം, ഗാർഡൻ, ഇതൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ്. നോട്ട് ചെയ്ത് വെക്കട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ, ഇനി എന്തൊക്കെയാണ് എക്കോസിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് നോക്കാം. ഞാൻ പറഞ്ഞു എന്തൊക്കെയുണ്ട്. എബയോട്ടിക് കമ്പോണൻസ് ഉണ്ട്, ബയോട്ടിക് കമ്പോണൻസ് ഉണ്ട് അല്ലേ? എന്താണ് ഈ എബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ? യെസ്, എന്തൊക്കെയായിട്ട് പെടുക? എയർ, വാട്ടർ, ലാൻഡ് ഒക്കെ എബയോട്ടിക് കമ്പോണൻസ്. ഈ ബയോട്ടിക് കമ്പോണൻസ് നമ്മൾ പ്ലാന്റ്സ്, ആനിമൽസ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ബയോട്ടിക് കമ്പോണൻസിൽ തന്നെ ആരുണ്ട്? പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഡികമ്പോസേഴ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് കൺസ്യൂമേഴ്സിന് നമുക്ക് ഹെർബിവോർ, കാർണിവോർ, ഒംനിവോർ, പാരസൈറ്റ്സ് ഇങ്ങനെ തിരിക്കാം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കിക്കേ, എന്താണ് ഫുഡ് ചെയിൻ? നമുക്കറിയാം അല്ലേ? ഇറ്റ്സ് എ സീരീസ് ഓഫ് ഓർഗാനിസം ഇൻ വിച്ച് വൺ ഓർഗാനിസം ഈറ്റ്സ് അനദർ ഓർഗാനിസം ആസ് എ ഫുഡ്. അതായത് ഇപ്പോൾ നോക്കിക്കേ, ഗ്രാസ് തിന്നും, ഡിയർ തിന്നും, ഡിയറിനെ ലയൺ തിന്നും അല്ലേ? അപ്പോൾ അതെന്താണ്? ഒരു ഫുഡ് ചെയിൻ ആണ്. ഒരു ഓർഗാനിസം വേറൊരു ഓർഗാനിസത്തിനെ തിന്നുന്ന ആ ഒരു സീരീസ് ആണ് എന്ത്? ഫുഡ് ചെയിൻ. ഇൻ എ ഫുഡ് ചെയിൻ വേരിയസ് സ്റ്റെപ്സ് വേർ ട്രാൻസ്ഫർ ഓഫ് എനർജി ടേക്ക് പ്ലേസ് ഇസ് കോൾഡ് ട്രോപ്പിക്കൽ ലെവൽ. ട്രോപ്പിക് ലെവൽ. അപ്പം എന്താണ് ഈ ട്രോപ്പിക് ലെവൽ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഫുഡ് ചെയിനിൽ ഓരോ സ്റ്റെപ്പിലും എനർജീൻ്റെ എന്തുണ്ട്? എനർജീൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ആ ഓരോ ലെവലിന് പറയുന്ന പേരാണ് എന്ത്? ട്രോപ്പിക് ലെവൽ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡയഗ്രാഫ് ഷോവിങ് ഫ്ലോ ഓഫ് എനർജി ഇൻ ആൻ എക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണ് എനർജി ഫ്ലോ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. സൺലൈറ്റ്, അത് പ്രൊഡ്യൂസേഴ്സ്, ഹെർബിവോറസ്, കാർണിവോറസ്, പിന്നെ ടോപ്പ് കാർണിവോറസ്. നോട്ട് ചെയ്തൊക്കെ. നെക്സ്റ്റ് നോക്കിക്കേ, ഫ്ലോ ഓഫ് എനർജി ഇൻ എ ഫുഡ് ചെയിൻ ഈസ് യൂണി ഡയറക്ഷനലാണ് അല്ലേ? അതായത് തിരിച്ച് എനർജി ഫ്ലോ ചെയ്യില്ല, അത് ഒറ്റൊരു ഡയറക്ഷനിൽ മാത്രമാണ് അവിടെ എനർജി ഫ്ലോ ചെയ്യുന്നത്. ഗ്രീൻ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? 1% ഓഫ് സൺലൈറ്റ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ആൻഡ് കൺവേർട്ട് ഇൻ ടു എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് എനർജി ആക്കി മാറ്റുന്നുണ്ട്. പിന്നെ 10% ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലി 10% ഓഫ് എനർജി ട്രാൻസ്ഫർ ടു ദ നെക്സ്റ്റ് ട്രോപ്പിക് ലെവൽ. അതാണ് എന്ത്? 10% ലോ എന്ന് പറയുന്നത്. ദ റിമൈനിങ് ആയിട്ടുള്ള ബാക്കി 90 ശതമാനം എനർജി ഈസ് യൂസ്ഡ് ഇൻ ആരാണ് യൂസ് ചെയ്യുന്നത്? ലൈഫ് പ്രോസസ്സ്, ലൈഫ് നമ്മളുടെ ഡൈജഷന്, ഗ്രോത്ത്, റിപ്രൊഡക്ഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ബാക്കി 90% എനർജി യൂസ് ചെയ്യുന്നത് ബൈ പ്രസൻറ്റ് ട്രോപ്പിക് ലെവൽ. നെക്സ്റ്റ്, ഇൻ നേച്ചർ ലാർജ് നമ്പർ ഓഫ് ഫുഡ് ചെയിൻസ് ആർ ഇന്റർകണക്റ്റഡ് ഫോമിങ് ഫുഡ് വെബ് അല്ലേ? അതായത് ഒരുപാട് ഫുഡ് ചെയിൻസ് ഉണ്ട് അല്ലേ? അതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്ത്? ഫുഡ് വെബ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ, എന്താണ് ഓസോൺ ലെയർ? ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് ബ്ലാങ്കറ്റ് അറൗണ്ട് ദ എർത്ത് അല്ലേ? വിച്ച് അബ്സോർബ് മോസ്റ്റ് ഓഫ് ദ ഹാർംഫുൾ UV radiations of the sunlight, thus protecting living beings from many health hazards such as skin cancer, cataract, destructions of plants, etc. അപ്പം എന്താണ് ഇത്? ശരിക്കും ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എർത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്, ബ്ലാങ്കറ്റ് ആണ് അല്ലേ? എന്താ ഈ ഓസോൺ എന്ന് പറഞ്ഞാൽ? ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ അതെന്ത്? നമ്മളുടെ അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ ഇല്ലേ, അതിനൊക്കെ ഈ ഒരു അബ്സോർബ് ചെയ്യും, അതിൽ നിന്ന് നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് കേട്ടോ ആ ഒരു ഈ ഓസോൺ ലെയർ. ഓക്കെ, ഇനി ഓസോൺ എന്ന് പറഞ്ഞാൽ O3 ആണ്. O3 ലെയർ ഈസ് പ്രസൻറ്റ് അറ്റ് ഹയർ ലെവൽ ഓഫ് അറ്റ്മോസ്ഫിയർ, അതായത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഈ ഓസോൺ ലെയർ എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, എങ്ങനെയാണ് ഫോർമേഷൻ ഓഫ് ഓസോൺ മോളിക്യൂൾസാണ് പറയുന്നത്. നോക്കിക്കേ, ഹൈ എനർജി UV റേഡിയേഷൻ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും
ദ O2 മോളിക്യൂൾസ് ഇൻറ്റു ഫ്രീ ഓക്സിജൻ ആയിട്ട് മാറും അവിടെ. ഓക്കെ, സോ O എന്തായിട്ടാണ്, അതായത് UV O+O ആയിട്ടുള്ള ആറ്റംസ് ആയിട്ട് മാറും. ഓക്കെ, ദീസ് ഓക്സിജൻ ആറ്റം ദെൻ കമ്പൈൻ വിത്ത് ഓക്സിജൻ. പിന്നെ എന്ത് ചെയ്യും, ഈ ഓക്സിജൻ ആറ്റംസ് ആയിട്ട് മാറിയല്ല, അത് വീണ്ടും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും മോളിക്യൂൾ ടു ഫോം ഓസോൺ. അപ്പോൾ O3 അവിടെ ഉണ്ടാവും കേട്ടോ. അതായത് ഇവിടെ നോക്കിക്കേ, O2+O അതെന്തായി, O3 ഓസോണായി. ഓക്കെ, ഇനി എന്താണ് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ? എന്താണ്, ദ ഡിക്രീസ് ഇൻ ദ തിക്നെസ്, ഓസോൺ ലെയറിൻ്റെ ആ ഒരു തിക്നെസ് കുറയാം. ഓവർ അന്റാർട്ടിക്ക വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ്. ആ ഒരു തിക്നെസ് കുറയുന്നതിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് കണ്ടെത്തിയത് എവിടെയാണ്, അന്റാർട്ടിക്കയിൽ. വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ഇൻ 1985. അന്റാർട്ടിക്കയിൽ 1985 അത് ഒബ്സർവ്ഡ് ചെയ്ത്. വാസ് ടേംഡ് ആസ് ദ ഓസോൺ ഹോൾ എന്നാണ് അത് അറിയപ്പെട്ടത്. ഓക്കെ അല്ലേ, നോട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, ദിസ് decrease was linked to excessive use of synthetic chemicals. അതെങ്ങനെയാണ് ഡിക്രീസിങ് സംഭവിക്കുക, ഓസോൺ ഡിപ്ലീഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്, എക്സസീവ് യൂസ് ഓഫ് സിന്തറ്റിക് കെമിക്കൽസ്. ലൈക്ക് ഇങ്ങനത്തെ കെമിക്കൽസ്, ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഒക്കെ അല്ലേ, വിച്ച് ആർ യൂസ്ഡ് ഇൻ റെഫ്രിജറേറ്റർ, ACs, ഫയർ എക്സ്റ്റിങ്ക്വിഷർ, എയറോസോൾ സ്പ്രേസ് എക്സെട്ര. ഇതിലൊക്കെ ഉള്ള ഈ എന്താണ് ക്ലോറോ ഫ്ലൂറോ കാർബൺസിൻ്റെ ആ ഒരു പ്രസൻസ് ഇല്ല, എക്സസീവ് യൂസ് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഓസോൺ ലെയർ ഡിപ്ലീഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് മെത്തേഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ നോക്കാം. അതൊക്കെയാണല്ലോ. ഇനി എന്തൊക്കെയാണ് വേസ്റ്റ് ഡിസ്പോസലിൻ്റെ മെത്തേഡ് നോക്കിക്കേ. ബയോഗ്യാസ് പ്ലാന്റ് അല്ലേ, പിന്നെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, പിന്നെ ലാൻഡ് ഫില്ലിങ്സ്, പിന്നെന്താണ് കമ്പോസ്റ്റിംഗ്, പിന്നെ റീസൈക്ലിംഗ്, റീയൂസ് അല്ലേ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെന്താണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആണ് അല്ലേ. അതായത് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, അതാണ് നമ്മുടെ ഹെൽത്ത് അല്ലേ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹെൽത്ത് എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്ന ജനറ്റിക്, എൻവിറോൺമെൻ്റൽ, ലൈഫ് സ്റ്റൈല്, പിന്നെ സോഷ്യോ എക്കണോമിക്. ഓക്കെ അല്ലേ. ഇനി സം ഡിസീസസ് നമുക്ക് നോക്കാം. ഡിസീസസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിസോർഡേഴ്സ് ഓഫ് ദ ബോഡി ഫങ്ഷൻ. നമ്മുടെ സാധാരണ ഒരു ബോഡി ഫങ്ഷൻ എന്ത് വരും, ഡിസോർഡേഴ്സ് വരും. അപ്പോൾ ഡിസീസസ് വരും അല്ലേ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിലുള്ള ഒരു മാറ്റം വരും. അതാണ് ഡിസീസസ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡിസീസസ് ഉള്ളത്, ഇൻഫെക്ഷൻസ് ഉണ്ട് അല്ലെ, ഇൻഫെക്റ്റിയസ് ഉണ്ട്. ഇൻഫെക്റ്റിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോസ്ഡ് ബൈ പാത്തോജൻസ്, അതാണ് ഇൻഫെക്റ്റിയസ്. നോൺ ഇൻഫെക്റ്റിയസ് എന്ന് പറഞ്ഞാൽ അത് ജനറ്റിക്കോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലോ എൻവിറോൺമെൻറ്റലോ ആയിട്ടുള്ള രീതിയിൽ വരുന്നതാണ് എന്ത്, നോൺ ഇൻഫെക്റ്റിയസ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കണേ. നെക്സ്റ്റ് നോക്കിക്കേ, എന്താണ് ഇൻഫെക്റ്റഡ് ഡിസീസിന് കുറച്ച് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്. ബാക്ടീരിയ. സോ അതായത് ഈ ഇൻഫെക്റ്റഡ് ഡിസീസ് നമ്മൾ പാത്തോജൻസ് വഴിയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു അല്ലേ. അത് ആരൊക്കെയാണ് നോക്കാം, ബാക്ടീരിയ, വൈറസ്, ഫംഗി, പ്രോട്ടോസോവയൊക്കെയാണ്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്, ട്യൂബർക്കുലോസിസ്, ന്യൂമോണിയ, കോമൺ കോൾഡ്, മലേറിയ. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് നോൺ ഇൻഫെക്റ്റസ് ഡിസീസ് നോക്കാം. അതിന് കാരണക്കാരെന്ന് പറഞ്ഞത് ജനറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സോ ആയിരിക്കും അല്ലേ. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഡയബറ്റീസ്, ഒബിസിറ്റി, ഹാർട്ട് ഡിസീസ്, ക്യാൻസർ ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഓക്കെ അല്ലേ, നോട്ട് ചെയ്യട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിക്കുക, എന്താണ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ബോഡി ഡിഫൻസ് എഗെയിൻസ്റ്റ് ഡിസീസിനെതിരെയുള്ള ഒരു അവർ പോരാടുന്നതിന് നമ്മൾ ഇമ്മ്യൂണിറ്റി പറയാം. അതായത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഓക്കെ, എന്താണ് അപ്പോൾ ഈ വാക്സിനേഷൻ നോക്കുക. വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻട്രൊഡക്ഷൻ ഓഫ് വാക്സിൻ ടു പ്രിവെൻറ്റ് ഡിസീസ് അല്ലേ. ഡിസീസ് തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്താ ഈ വാക്സിനേഷൻ. ഇനി എന്താണ് ഡിസീസ് പ്രിവെൻഷൻ മെത്തേഡ്സ് എന്ന് നമുക്ക് നോക്കി നോക്കാം. എന്താണ്, വാക്സിനേഷൻ ഒരു മെത്തേഡാണ് അല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട്, ഹൈജീനും അത് മറ്റേ സാനിറ്റൈസേഷനും അമ്മാതിരി, പിന്നെ സാനിറ്റേഷനാണ്. പിന്നെ എന്താണ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇതൊക്കെ അതിന് എന്താണ്, ഇങ്ങനത്തെ ഓരോ മെത്തേഡ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസീസുകൾ തടയാൻ പറ്റും അല്ലേ. ഇനി എന്താണ് അറ്റ്മോസ്ഫിയർ നോക്കി നോക്കുക. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്, ദ ലെയർ ഓഫ് ദ ഗ്യാസസ് സറൗണ്ടഡ് ദ എർത്ത് ഈസ് കോൾഡ് അറ്റ്മോസ്ഫിയർ അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എർത്തിന് ചുറ്റും അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഓരോ ലെയേഴ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള കോമ്പോസിഷൻ, ആ ഗ്യാസസിൻ്റെ നോക്കിക്കേ, നൈട്രജൻ ഉണ്ട് അല്ലേ. നൈട്രജൻ ഉണ്ട്, അത് 78% നൈട്രജൻ, ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ്. പിന്നെ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 21%. നോട്ട് ചെയ്യാം കേട്ടോ.
പിന്നെ ആർഗൺ 0.93%, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് 0.03%, പിന്നെ വാട്ടർ വേപ്പർ അത് കറക്റ്റ് ആയിട്ടില്ല, അത് വേരിയബിൾ ആയിക്കൊണ്ടേ നിൽക്കും. ഓക്കെ ആണല്ലോ, നോട്ട് ചെയ്യാം കേട്ടോ. ഇനി ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഇനി അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ട്രോപ്പോസ്ഫിയർ, അതായത് 0 to 12 കിലോമീറ്റർ ആണ് അതിൻ്റെ ഒരു കവറേജിങ് വരുന്നത് കേട്ടോ. ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, അവിടെ ഒരു പ്രത്യേകത പറയുന്നത് ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. പിന്നെ വെതറൊക്കെ ഒക്കർ ചെയ്യുന്നത് എവിടെയാണ്? ഈ ലെയറിലാണ്. ഓക്കെ. ഇനി സ്ട്രാറ്റോസ്ഫിയർ, അത് തുടങ്ങുന്നത് 12 to 50 കിലോമീറ്റർ വരെയാണ്. ടെമ്പറേച്ചർ റിമെയിൻസ്, ഇവിടെ ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ. ആൻഡ് ഓസോൺ ലെയർ ഇവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി മീസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 50 to 80 കിലോമീറ്റർ ആണ്. ഇവിടെ എന്താണെന്ന് നോക്കിക്കേ, ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. പിന്നെ എന്താണ്? മീറ്റോറൈറ്റ്സ് ബേൺ അപ്പ് ഇൻ ദിസ് ലെയർ, ഇവിടെ വെച്ചിട്ട് മീറ്റോറൈറ്റ്സ് ബേൺ ചെയ്യും. ഇനി തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 18 to 600 കിലോമീറ്റർ ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ആൻഡ് അറോറ ബോറിലിയസ് നോർത്തേൺ ലൈറ്റ്സിനെയാണ് അതിൻ്റെ പേരാണ് കേട്ടോ ഈ അറോറ ബോറിലിയസ്. ആൻഡ് ഒക്കേഴ്സ്, അവിടെ അത് ഒക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി എക്സോസ്ഫിയർ 600 to 1000 കിലോമീറ്റർ. നോക്കണം, ഗ്യാസസ് എസ്കേപ്പ് ഇൻ ടു സ്പേസ്. ഇതാണ് ഇത്രയാണ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ്. ഓക്കെ. ഇനി ഫങ്ഷൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കിക്കാം. റെഗുലേറ്റ്, ടെമ്പറേച്ചർ നിയന്ത്രിക്കും അല്ലേ. പിന്നെ പ്രൊട്ടക്ട്സ് ഫ്രം ഹാംഫുൾ റേഡിയേഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ മെയിൻറ്റെയിൻസ് എയർ പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ സപ്പോർട്ട്, ലൈഫിനെ സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെയാണ് അറ്റ്മോസ്ഫിയറിൻ്റെ ഫങ്ഷൻ. ഓക്കെ. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് നോക്കി നോക്ക്. ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ് അല്ലേ, ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച് ഡിക്രീസ് ചെയ്യും. ആൻഡ് മെഷേർഡ് ഇൻ പാസ്കൽസ്, നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്നത് പാസ്കലിലാണ്. നോക്കി വെക്കണേ, PA പാസ്കൽ അല്ലെങ്കിൽ മില്ലി ബാർ. ഓക്കെ, മില്ലി ബാർ. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ഈ വെതറും ക്ലൈമറ്റും നോക്കി വെക്കാം. നമുക്കറിയാമല്ലോ വെതർ എന്ന് പറഞ്ഞാൽ അതൊരു ഷോർട്ട് ടേം കണ്ടീഷനാണ്. അതായത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ക്ലൗഡിനെസ്സും ഒക്കെ അതിൻ്റെ എഫക്റ്റിംഗ് ഫാക്ടേഴ്സാണ്. അതൊരു ഷോർട്ട് ടേം കണ്ടീഷനെയാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാലോ ലോങ് ടേം കണ്ടീഷൻ, പാറ്റേൺ ആണ് അത്. ലോങ് ടേം പാറ്റേൺ, അതായത് റെയിനി സീസൺ, സമ്മർ സീസൺ, ആ സീസൺസ് ഉണ്ടല്ലോ, അതാണ് ഈ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ, പ്രസിപ്പിറ്റേഷൻസ് ഒക്കെ അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റ്. ഓക്കെ ആണല്ലോ. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോൾ ഒരു ദിവസം തന്നെ പല വെതേഴ്സ് ഉണ്ട് അല്ലേ. കുറച്ച് നേരം മഴ ആയിരിക്കാം, ചിലപ്പോൾ കുറച്ച് നേരം വെയിലായിരിക്കാം, അതാണ് വെതർ. ഓക്കെ ആണല്ലോ. സോ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് 10th ബയോളജിയിലുള്ളത് കേട്ടോ. സോ എല്ലാ ടോപ്പിക്സും ഒന്നും കൂടി കവർ ചെയ്യാം. ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഒക്കെ ഷോർട്ടാക്കിയിട്ട് കറക്റ്റ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും വിടണ്ട കേട്ടോ. കറക്റ്റ് എല്ലാം പഠിക്കുക, എല്ലാം നോട്ട് ചെയ്ത് വെക്കാം. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ. സോ ബൈ.